അറബിക്കടലിൽ കേരള തീരത്ത് കണ്ണൂർ അഴീക്കടലിൽ നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ നിയന്ത്രിക്കുന്നതിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വിവിധ തരത്തിലുള്ള തീപിടുത്തം ഒരേ സമയം നേരിടേണ്ടി വരുന്നതാണെന്ന് അഴീക്കൽ തുറമുഖത്തിൻ്റെ ചുമതലയുള്ള ക്യാപ്റ്റൻ അരുൺകുമാർ. കപ്പലിൽ ഒരേ സമയം പല വസ്തുക്കളിലാണ് തീപിടിക്കുന്നത് എന്നതിനാൽ വ്യത്യസ്ത മാർഗങ്ങൾ ഒരേ സമയം ഉപയോഗിക്കേണ്ടി വരുന്നു എന്നതാണ് കപ്പലിലെ തീ അണയ്ക്കുന്നതിൽ അഗ്നിശമന സേന നേരിടുന്ന പ്രധാന വെല്ലുവിളി. കാറ്റിൻ്റെ ഗതിയും തീ നിയന്ത്രിക്കുന്നതിൽ ഏറെ നിർണായകമാണെന്നും ക്യാപ്റ്റൻ അരുൺകുമാർ പറഞ്ഞു. കപ്പലിലെ ടാങ്കിൽ 2000 ടൺ ഫ്യൂവൽ ഓയിലും 240 ടൺ ഡീസൽ ഓയിലും ഉണ്ടെന്നുള്ളതും അധികൃതരെ ആശങ്കയിലാക്കുന്നുണ്ട്. തീപിടിച്ച വാൻഹൂയി എന്ന സിംഗപ്പൂർ കപ്പലിലുള്ളത് എളുപ്പം തീപിടുത്തത്തിന് ഇടയാക്കുന്ന രാസവസ്തുക്കളും കീടനാശിനികളുമാണ്. 40 കണ്ടെയ്നറുകളിൽ തീ പിടിക്കാവുന്ന ദ്രാവകങ്ങളുമുണ്ട്. തന്മൂലം വെല്ലുവിളികൾ ഏറെയുണ്ടെങ്കിലും കോസ്റ്റ് ഗാർഡിൻ്റെ സജേത്, സമുദ്രപ്രഹരി തുടങ്ങിയ കപ്പലുകൾ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ സമർത്ത് എന്ന കപ്പലും നാവികസേനാ കപ്പലായ INS സത്ലജും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചില്ല എങ്കിൽ കപ്പൽ മുങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇങ്ങനെയുണ്ടായാൽ കപ്പലിൽ നിന്നുള്ള എണ്ണയും രാസവസ്തുക്കളും കടലിൽ പടരും. ഇത് തടയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തീരസംരക്ഷണ സേന നടത്തുന്നത്.